എന്താണ് ഈ കൊട്ടിയത്തെന്ന് പറയുന്നവരെ ഇനി ഏത് വഴിയാ തിരിഞ്ഞു പോകേണ്ടത്? കൊട്ടിയത്തുനിന്ന് വരുന്നവര് കണ്ണനല്ലൂർ വഴി കുണ്ടറ ഭാഗം വഴി തിരുവനന്തപുരത്തേക്ക് പോകാവുന്നതാണ്. മറ്റൊരു കൊല്ലത്തുനിന്ന് വരുന്നവരെ ഈ കൊട്ടിയത്തേക്ക് വരാതെ പോകാൻ വഴിയാണ്. അത് അയത്തിൽ വഴി ഒരു ഡൈവേർഷൻ കൊടുക്കുന്നുണ്ട്. അയത്തിൽ വഴി ഇതേ റൂട്ടിൽ തന്നെ പോകാവുന്നതാണ്. അതാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ SHO പ്രദീപ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൊട്ടിയത്ത് എത്തിപ്പോയവർക്ക് ഇനിയൊരു വഴിയെന്ന് പറയുന്നത് അവർക്ക് അവിടെ നിന്നും തിരിഞ്ഞ് ആ കുണ്ടറ ഭാഗത്ത് കൂടെ തിരിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈലക്കാട് വന്ന് കയറി പോകുന്നതിന് വേണ്ടിയുള്ള കണ്ണനെല്ലൂരിൽ നിന്നും വലത്തേക്ക് എടുത്തു കഴിഞ്ഞ് വീണ്ടും ഇടത്തേക്കൊരു റോഡുണ്ട്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ അത് മൈലക്കാടിന് മുകളിൽ, അതായത് അപകടം നടന്നതിന് മുകളിലുള്ള ഭാഗത്തേക്ക് വന്ന് കയറും. അതുവഴി തിരിഞ്ഞു പോകാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. കൊല്ലം നഗരത്തിൽ നിന്നും വരുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലെ ആളുകൾക്ക് അത് അവർക്ക് ഈ ഭാഗത്തേക്ക് കൊട്ടിയം ഭാഗത്തേക്ക് തന്നെ വരാതെ അയത്തിൽ വഴി തിരിഞ്ഞു പോകുന്നതിനുമുള്ള ഒരു അവസരം, അതായത് കൃത്യമായ ഡൈവേർഷൻ ഇപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഡൈവേർഷൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല തിരുവനന്തപുരം ഭാഗത്തേക്ക് നിന്നും വരുന്ന ചെറിയ അതായത് ബസ്സുകൾ പോലെയുള്ളവയും മൈലക്കാട് നിന്നും ഒക്കെ തിരിച്ചു വിടുന്നതിനുള്ള ഒരു ഓപ്ഷൻസും ഇപ്പോൾ എന്തായാലും പോലീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രദേശവാസിയാണോ? ഈ സ്കൂൾ ആണല്ലേ? ഇത് നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന? അതെ, തീർച്ചയായിട്ടും. നമ്മൾ കുടുംബത്തൊക്കെ പോകുന്ന സമയത്ത് കുടുംബക്കാർ പോലും പലരും ആശങ്ക പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതൊക്കെ പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞത് അനർത്ഥമാകുന്ന രീതിയിലായിപ്പോയി ഈ ഒരു രീതിയിലുള്ള ഇതിന്റെ നിർമ്മാണം. പലയിടങ്ങളിലും ഈ കേരളത്തിൽ ഒട്ടുക്കന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്കറിയാം ഓരോ സ്ഥലങ്ങള് മാറി മാറി പോകും ഈ അപകടങ്ങൾ നടക്കുന്നതല്ലാതെ ഇതിനകത്ത് മറ്റു പ്രത്യേകതയൊന്നും വിലയിരുത്താൻ കഴിയില്ല നമുക്ക്. കാരണം ഇന്ന് ഏകദേശം ആ ഒരു സ്കൂൾ ബസ്സിനകത്ത് 36ഓളം കുട്ടികളുണ്ടായിരുന്നു. ആ ഡ്രൈവറുടെ മനോബലം കൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനം ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വശത്തേക്ക് ചേർന്ന് കഴിഞ്ഞാൽ റോഡ് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ, മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ വയലും കാടുമൂടി കിടക്കുന്ന പ്രകൃതിയുടെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ വയലും എല്ലാം ഈ പരിസര പ്രദേശമാകപ്പാട് ഇറങ്ങാൻ പറ്റുന്ന പോലും അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആ കുട്ടികൾക്കും അന്നേരം ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയോ ആ ഡ്രൈവറുടെ മനോബലവും അതല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് ബസ്സിന്റെ സ്റ്റാഫുകളുടെ ഒക്കെ മനോബലം കാരണമായിട്ടാണ് ആ കുട്ടികൾക്ക് രക്ഷയുണ്ടായതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ നമുക്ക് കാണാം ആ സ്കൂൾ ബസ് നീക്കുന്നതിന് വേണ്ടി ആ ക്രെയിനുകൾ ഉൾപ്പെടെ എത്തിച്ച് ആ ബസ്സിനെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വാഹനങ്ങൾ കൂടി മാറ്റിക്കഴിഞ്ഞാലേ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരിശോധനകളിലേക്ക് കടക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണാം ആ കുട്ടികളുമായി വന്ന ആ സ്കൂൾ ബസ് ഇപ്പോൾ അവിടെ നിന്ന് കിങ്സ് സ്കൂളിലെ ബസ്സായിരുന്നു. 38ഓളം കുട്ടികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. വലിയ ക്രെയിൻ കൊട്ടിയം ഭാഗത്ത് നിന്നും എത്തിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓരോന്നായി പിന്നിലേക്ക് മാറ്റാനായിട്ട്, അതായത് ഇത് ഇതുവഴി ഗതാഗതം നടക്കാത്തത് കൊണ്ടാണ് പിന്നിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യം നിലവിൽ വിച്ഛേദിച്ചിട്ടുണ്ട്. കാര്യം പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ അത് ചരിഞ്ഞിട്ടുണ്ട്. വശത്തുണ്ടായിരുന്ന പോസ്റ്റ് ഉൾപ്പെടെ ചരിഞ്ഞതുകൊണ്ട് തന്നെ ആ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ ക്രെയിൻ അവിടെ നിന്നും വാഹനങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ മുന്നിലേക്കുള്ള വാഹനങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാര്യം അവിടെ വലിയ രീതിയിലൊരു ഇടിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ ആ ക്രെയിനൊക്കെ വരുന്ന സമയത്തുണ്ടായ ഒരു പ്രഷർ കൊണ്ട് തന്നെ ഇടിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് വീണ്ടും ഈ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ളവ ഇടിഞ്ഞ് വീഴുകയും ചെയ്യുന്നുണ്ട്. ആളുകളുടെ വലിയൊരു ആശങ്ക തന്നെയാണ്. എന്തായാലും കൊല്ലം കോട്ടയത്തിന് സമീപം മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, കൃത്യമായി പറയുന്നതാണ്, മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയത്ത് നിന്നും ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വശത്തെ ആ കോൺക്രീറ്റ് പാളികൾ ഏകദേശം, അതായത് വലിയ രീതിയിൽ ഏകദേശം 50 മീറ്ററോളമാണ് അത് ഇടിഞ്ഞ് അത് താഴ്ന്നിരിക്കുന്നത്. മാത്രമല്ല വശത്ത് സർവീസ് റോഡും ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്.